ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസ് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് വന്നതാണ്. നിലവിൽ നമുക്കിപ്പോൾ ഓടിയേക്കുന്ന കിലോമീറ്റർ 30,378 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ സർവീസിന് കയറ്റിയാണ് കേട്ടോ. പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ റേസിങ് കാണിക്കുന്നുണ്ട്, അത് RPM കൂടുതൽ വന്നുണ്ട്, റേസ് സ്റ്റക്കായിട്ട് കേബിൾ. അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ഓടിച്ച് നോക്കുമ്പോഴും ആക്സിലേറ്റർ കേബിൾ റേസിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ. തന്നെയല്ല ഏകദേശം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് ഉണ്ടല്ലോ, ഏകദേശം ഇത് ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. കൂടി ഒന്ന് 2-3 ത്രെഡും കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാലും അടുത്ത സർവീസ് വരെ എന്തെങ്കിലും നിൽക്കുക, അതിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് കയറ്റി മാറ്റേണ്ടതായിട്ട് വരും. തന്നെയല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ആയേക്കണത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹബിനകത്തേക്ക് നോക്കുമ്പോൾ അറിയാം, ഹബ്ബ് ചില ഭാഗങ്ങളിലൊക്കെ പിടിക്കാതെ പോകുന്നുണ്ട്. ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിവിടെ പിടിക്കണില്ല, ഈ സൈഡ് പിടിക്കണില്ല. അങ്ങനെ സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹബ്ബ് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹബ്ബ് മാറ്റിക്കളയാൻ പറ്റുള്ളൂ. കാരണം പോളിഷ് ചെയ്യുമ്പോൾ വീണ്ടും ഹബ്ബിൻ്റെ വലിപ്പം കൂടും, ബ്രേക്ക് പെട്ടെന്ന് തീരുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ നിലവിൽ ഇത് കാണാം, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒരേനുണ്ട്, ഈ സൈഡ് പിടിക്കണില്ല കേട്ടോ. അങ്ങനെ ഇടപെട്ടാണ് ബ്രേക്ക് ലൈനർ ഹബിനകത്ത് പിടിക്കുക. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോൾ വന്ന പ്രോബ്ലംസിൽ ഒരു പ്രോബ്ലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് ശരിക്കും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി കമ്പനി ആയിട്ട് ഇടാം, ഒറിജിനൽ ഇടാം. പക്ഷേ ഇത്രയും തേമാനം ഉള്ളത് കൊണ്ട് തന്നെ ഒറിജിനൽ ഇട്ടാലും ഈ പറഞ്ഞ ഹബിനകത്ത് ഈ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, തേമാനം ഉള്ളത് കൊണ്ട് ബ്രേക്ക് ഒരു ചെറിയ ചതഞ്ഞ പോലെയാണ് കാണിക്കുള്ളൂ. പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഹബ്ബേപ്പാടി മാറ്റി കളയുക, അതാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ലൈനർ മാറ്റിയിട്ട് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. കാരണം ലെയ്ത്തിൽ കൊടുക്കുമ്പോൾ നമുക്കിത് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹബിന് വലുപ്പം കൂടുതലായിട്ട് വരും. ബ്രേക്ക് ലൈനർ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് മാക്സിമം ഉപയോഗിച്ച് തീർന്നേക്കാളും മുമ്പ് ലൈനർ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പോളിഷിങ്ങിനൊക്കെ ഉണ്ടാ ക്ലീൻ ചെയ്തിട്ട് തരാം, ലൈനർ മാറ്റിയിട്ട് തരാം, അതിനുശേഷം ഉപയോഗിക്കാം. കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഹബ്ബും ലൈനറും കൂടി വീണ്ടും മാറ്റി കളയാം. ഇപ്പോൾ ഇടുന്നത് ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത് ഹബ്ബും ഇതും കൂടിയിട്ട് മാറ്റി കളയാം, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഈ സാധനമൊക്കെ ഇതിൻ്റെ തേമാനമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, തേഞ്ഞാങ്ങനത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് തേമാനം വരുത്തുന്നത് ഹബ്ബിന്. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിട്ട പോലെ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ടയറായാലും ബാക്കിലത്തെ പുതിയ ടയർ കിടക്കണേ. ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് അഴിച്ചാണ്. കമ്പനി ഫിൽറ്റർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ചെറിയ ക്രാക്കൊക്കെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. കമ്പനി ആയിട്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണേ. അപ്പോൾ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റി കളയാം. അടുത്ത സർവീസിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പീസെറ്റ് സ്ലൈഡ് പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണത്. അത് നോക്കുമ്പോൾ അതിൽ ചെറിയൊരു തേമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേ കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്, എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഇതിന് വരുന്നത് 2 കേബിളാണ്. 2 കേബിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതുമ്പോൾ ഉള്ളത് ഒരു കേബിൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. ഇത് ഒരു കേബിളിൻ്റെ സോക്കറ്റാണ് ഈ കാണുന്നത്, പിടിപ്പിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേബിളുമ്പോൾ ഉടനെ അത് തന്നെ ഓൾറെഡി സ്റ്റക്കാണ്, ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്ക് മാറ്റിയിടണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ 2 കേബിളും കൂടി നമ്മൾ കണക്ട് ചെയ്യണം. ആക്സിലേറ്റർ കേബിൾ മാറണമെങ്കിൽ ബോഡി ഫുള്ളായിട്ട് അഴിച്ചിറങ്ങണം കേട്ടോ. ഈ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചാറാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ഇവിടെ ലോക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നേക്കണേ. അപ്പോൾ അത് അഴിച്ച് നമുക്ക് മാറ്റാം. നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അതിന് പുറമെ വന്ന കേസാണ്. എന്നാൽ പോലും നമുക്കത് കൈയോടെ കൂട്ടത്തിക്കൂടെ ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ OBD സോക്കറ്റ് കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള അതിൻ്റെ ക്യാപ്പൊക്കെ ഇതിൽ നിന്ന് ഊരിപ്പോയേക്കാണ് കേട്ടോ. ഊരിപ്പോയേക്കണതാണോ ഊരിയിട്ട് ഇടാത്തതാണോ എന്തോ, നിലവിൽ ഇതും ഇല്ല. ഇൻസുലേഷൻ ടേപ്പാണ് ചുറ്റി വെച്ചേക്കണേ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല.
പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്കപ്പ് ആയാലും രണ്ടെണ്ണം നമ്മൾ ചെക്ക് ചെയ്തു. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നിലവിൽ ലീക്കേജ് ഒന്നുമില്ല. ഓൺസെറ്റിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. പിന്നെ ശരിക്കും ഈ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂടുതൽ പ്ലഗും കൂടി മാറ്റി കളയണം. പ്ലഗ് അത്ര പ്രശ്നമില്ല, തൽക്കാലം ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ആംകോന്ന് കമ്പനിയുടെ ബാറ്ററി ഇരിക്കണേ. ഞാൻ നോക്കുമ്പോൾ 12.72 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.72 വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു കണ്ടീഷൻ ഇതാണ്. സർവീസിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എൻജിൻ ഓയിൽ മാറണം, ബാക്കിൽ ബ്രേക്ക് ലൈനർ മാറ്റാനുണ്ട്, ക്ലച്ചിൽ തന്നെ പീസെറ്റ് സ്ലൈഡ് മാറാനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 6 മണി 6:30 ആവട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും. അപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.